ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്ത് കോട്ടണിൽ വന്നിരിക്കുന്ന സെറ്റ്സും ഉണ്ട്, നമുക്ക് റയോണിൽ വന്നിരിക്കുന്ന സെറ്റ്സും സെമി സിൽക്കിൽ വന്നിരിക്കുന്ന സെറ്റ്സും ഉണ്ട്. അപ്പോൾ 2-3 ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് ടോട്ടൽ 9 പേർക്ക് നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എല്ലാ മാസവും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. നമ്മുടെ പേജും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. യൂട്യൂബിലെ നമ്മുടെ 3 വിന്നേഴ്സിന് ഈ വീഡിയോ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ ഓരോ സാരി വെച്ചായിരിക്കും ഓരോ വിന്നറിനും കിട്ടുക. ഫസ്റ്റ് വിന്നർ പ്രൊഫൈൽ നെയിം കാണിച്ചു തരാം. അപ്പോൾ ഇതാരാണോ വിന്നർ അവർ നമുക്ക് ഇതയക്കുക, വാട്സാപ്പ് മെസ്സേജ് അയക്കുക അവരുടെ അഡ്രസ്സോടെ. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സിലേക്ക് സാരീസ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് വിന്നർ അവരുടെ പ്രൊഫൈൽ നെയിം ഗിഫ്റ്റി എന്നാണ് പ്രൊഫൈൽ നെയിം വരുന്നത് ഫസ്റ്റ് വിന്നറിൻ്റെ. സെക്കൻഡ് വിന്നറിൻ്റെ പ്രൊഫൈൽ നെയിം ശ്രീലത സെക്കൻഡ് വിന്നർ. തേർഡ് വിന്നർ മെരിയ ജേക്കബ് തേർഡ് വിന്നർ. ഓരോ മാസവും നമുക്കിതേപോലെ ഗിവ് അവേ വീഡിയോസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഗിവ് അവേയിൽ ജയിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. മെയിനായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഒറ്റ കാര്യമല്ല, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബിലാകുമ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ എല്ലാ റെഗുലർ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഈ 3 സാരീസാണ് ഇപ്രാവശ്യം നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് വരുന്നത് നമുക്ക് കോട്ടണിൽ വരുന്ന സെറ്റ്, പ്യുവർ കോട്ടണിൽ ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടണിൽ വന്നിട്ട് ഷിഫോൺ ദുപ്പട്ടയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1780 1780. ഇതിൻ്റെ കളർ വരുന്നത് ഒരു മെറൂൺ ചേർന്നിട്ടുള്ള ഒരു റെഡ് ടോൺ. അതായത് റെഡ് എന്ന് പറയാൻ പറ്റില്ല, അല്പം ഒരു മെറൂണിഷ് ടിഞ്ചാണ് കൂടുതലും വരുന്നത്. ഒരു റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടോണാണ്. ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. യോക്കിൽ ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പോഴും ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഷോൾ വരുമ്പോൾ ഇതേപോലെ ഷിഫോൺ ഷോൾ, നല്ല ബ്യൂട്ടിഫുൾ ഷിഫോൺ ഷോൾ 1780. നമുക്കിതിൻ്റെ ഡിസൈൻ ഡിഫറെൻ്റ് ആയിട്ട്, കളർ സെയിം തന്നെയാണ്, ഡിസൈൻസ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറുമാണ്. ഇത് എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഇതൊക്കെ. ഇതാണ് അടുത്ത ഡിസൈൻ. അടുത്ത ദുപ്പട്ട വരുമ്പം ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ദുപ്പട്ടയുടെ ഡിസൈൻ വരുന്നത് ബോട്ടം, പ്രിൻറ്റഡ് ബോട്ടം 1780. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള കോട്ടൺ മെറ്റീരിയലാണ്. ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല തയ്ക്കാൻ. അടുത്ത ഡിസൈൻ ഇതാണ് അടുത്ത ഡിസൈൻ. അടുത്ത ഡിസൈൻ ഇങ്ങനെ വരും. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത്. ദുപ്പട്ട ഷിഫോണിൽ വരുന്ന ദുപ്പട്ട ഇങ്ങനെ നല്ല ഇട്ട അതുപോലെ കിടക്കുന്ന ടൈപ്പ് ദുപ്പട്ടയാട്ടോ. ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന ടൈപ്പല്ല. 1780. അടുത്ത ഡിസൈൻ. ദുപ്പട്ട ഇങ്ങനെ വരും. സെയിം ഈ ബോട്ടം, ഇതാണ് ബോട്ടം വരുന്നത് 1780. കോട്ടൺ പ്ലസ് ഷിഫോൺ ദുപ്പട്ട. അടുത്തത് വരുന്നത് നമുക്ക് റയോണിൽ വരുന്ന സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1150 റയോൺ. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. അതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടണിൽ വരുന്ന ബോട്ടം. ഇതാണ് ടോപ്പ് വരുന്നത്. ഷോൾ വരുമ്പോൾ ഇതേപോലെ ഷിഫോണിൽ വന്നിരിക്കുന്ന ഷോള് 1150. റയോണാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇത് നമുക്ക് കോട്ടൺ പോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഡെയിലി യൂസിനൊക്കെ നല്ല മെറ്റീരിയലാണ്. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു മസ്റ്റർഡ് യെല്ലോ ടോൺ 1150. ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം വരുമ്പോൾ ഇതേപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബോട്ടം 1150. അടുത്തത് വരുന്നത് നമുക്ക് കോട്ടൺ ആണ്. 990 നേവി ബ്ലൂവിൽ പിങ്ക് കോമ്പിനേഷൻ വരുന്ന സെറ്റ്. 990 കോട്ടൺ വിത്ത് കോട്ടൺ ദുപ്പട്ട ആൻഡ് പ്രിൻറ്റഡ് ബോട്ടം.
990. ഇങ്ങനെയാണ് ടോപ്പും ദുപ്പട്ടയും വരുന്നത്. അടുത്തത് വരുന്നത് 990 തന്നെ, ഡിസൈൻ അല്പം ഡിഫറൻറ്റ്, സെയിം കളർ കോമ്പിനേഷൻ. ദുപ്പട്ട ഇങ്ങനെ വരും ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നതും കോട്ടൺ തന്നെയാണ്. ഇത് ഫുൾ വിടർത്തിയിട്ടില്ല കേട്ടോ. ഇത് 2.5 നല്ല ലെങ്ത്തും വിഡ്ത്തുള്ള മെറ്റീരിയലാണ്. ഗ്രീൻ ഷെയ്ഡ് 1250 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഗ്രീനിൽ മസ്റ്റർഡ് യെല്ലോ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അല്പം ഒരു ബ്രൗൺ ചേർന്ന പോലുള്ളൊരു യെല്ലോ. അതിൻ്റെ ബോട്ടം വരുമ്പോൾ ഇതേപോലെ 6 പാറ്റേണിൽ വരുന്ന ബോട്ടം. ഇത് ജയ്പൂർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലും ഇടാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ പിന്നെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ബോട്ടം 2.5 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പ് തയ്ക്കണമെങ്കിൽ ടോപ്പായിട്ട് തന്നെ തയ്ക്കാം. ഇതിനൊരു ഗ്രീനോ അല്ലെങ്കിൽ ഒരു മസ്റ്റർഡ് യെല്ലോ ബോട്ടം ഇട്ടാലും മതി. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയും ഫുൾ വിടർത്തിയിട്ടില്ല കേട്ടോ, നല്ല വലിയ ദുപ്പട്ടയാണ്. ദുപ്പട്ടയും 2.5 മീറ്റർ വരുന്ന ദുപ്പട്ടയാണ്. ബേസ് കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ. ഡാർക്ക് ഗ്രീനിൽ തന്നെ അടുത്ത ഡിസൈൻ കോമ്പിനേഷൻ സെയിം തന്നെ. ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയിൽ ഇങ്ങനെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ ഡിസൈനും ദുപ്പട്ടയുടെ ഡിസൈനും സെയിം തന്നെയായിരിക്കും. 1250. ഭയങ്കര കംഫർട്ടാട്ടോ ഈ മെറ്റീരിയൽ ഉപയോഗിക്കാൻ. ഒട്ടും ചൂടെടുക്കില്ല, നല്ല ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്തത് ഗ്രീനിൽ തന്നെ അടുത്ത ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെ വരും. ഡെയിലി യൂസിനൊക്കെ ഉള്ളവർക്ക് നല്ല സെറ്റുകളാണ് ഇതൊക്കെ. ബോട്ടത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. 1250. അടുത്തത് വരുന്നത് നമുക്ക് ഇതൊരു സെമി സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ക്രഷ്ഡ് ഫീലിൽ വരുന്ന ഒരു മെറ്റീരിയലാട്ടോ. നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഒരു ചെറിയ ഇങ്ങനെ ഒരു ക്രഷ്ഡ് ഫീലിൽ ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കുമ്പോൾ പറയും. ഇതൊരു ഡാർക്ക് ഗ്രീനാണ്. ഒരു ഗ്രീൻ, അതിനകത്ത് യോക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ചെറിയൊരു സീക്വൻസിൻ്റെ വർക്കും കൂടെ യോക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോട്ടം ആ സെയിം ടോണിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലിൽ വരുന്ന ബോട്ടം. ഇതിൻ്റെ റേറ്റ് എത്രയാണ്? 1150. 1150 ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ല മെറ്റീരിയലാണ്, നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാനും ഇടാനും നല്ല മെറ്റീരിയൽ. അതതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. ഒരു ഡാർക്ക് ഒരു ഒലിവ് ഗ്രീൻ്റെ അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഡെയിലി യൂസിനൊക്കെ ഇതാണ് പർപ്പിൾ ഷെയ്ഡ്. അടുത്തത് വരുന്നത് പർപ്പിൾ ഷെയ്ഡ്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡ്. ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയും കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട. 1390. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.